ഇതാ നല്ലോണം പഴുത്തൊരു പഴം ഇരിപ്പുണ്ട് കേട്ടോ. കറുത്തുപോയ പഴം പിന്നെ നേരെ തിന്നതില്ലല്ലോ. അപ്പം നമുക്കിത് വെച്ചിട്ട് ഒരു ഇലയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പുഴുങ്ങിയല്ല, ആവിക്ക് വെച്ചല്ല, ചുട്ടെടുക്കാം. അപ്പം ഇന്നത്തെ പരിപാടി ഇതാണേ, കിച്ചൺ ഡ്യൂട്ടി. ഇതാ ചെറിയ പീസാക്കണം, ഒരെണ്ണം ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പോൾ രണ്ടട ചുടാനുള്ളതുണ്ടാവും. അപ്പം ഇലയിൽ വെച്ചിട്ടാകുമ്പോൾ ഒരു രണ്ടട ചുടാനുള്ളതുണ്ടാവും. ഒരു പഴം, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ജീരകം, ഏലക്കായും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവാണേ. തേങ്ങ, പാകത്തിന് ഉപ്പ്, ഇതിൽ മാവിടാനുള്ളതാണ്. അപ്പം മാവിനും കൂടെയുള്ള ഉപ്പിട്ട് കൊടുക്കണം. ജീരകം ലേശം മതിയേ, അരയുമ്പം നല്ല ചുവയായിരിക്കും. ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട്, 3 4. അരച്ചെടുത്തിട്ട് വരാം. വലിയ വാചകം അടിച്ചൊക്കെ പോയതാ, തേങ്ങ ഇടാൻ മറന്നുപോയി. അപ്പൊ തേങ്ങ അല്ലാതെ ഇട്ട് കൊടുക്കാവേ. ഇതാ തേങ്ങ ഇടും, എത്ര വേണം അത്ര ഇട്ടാൽ മതിയേ. ഇനി ഇതിലേക്ക് ഗോതമ്പോ നമുക്കിഷ്ടമുള്ള മാവ്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോതമ്പാണ് ഇടുന്നത്. ഗോതമ്പാവ് ഇട്ട് കൊടുക്കുവാണേ. ഹാർഡായിട്ടുള്ളത് വേണോ സോഫ്റ്റ് ആയിട്ടുള്ളത് വേണോ അത് നിങ്ങൾ തീരുമാനിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കണം, ഹാർഡായിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് തിക്കായിരിക്കണം. പിന്നെ ഇലയിൽ നമ്മൾ പരത്തി കഴിയുമ്പോൾ ഒഴുകി പോവും, ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കുന്നതാണ് നല്ലത്. ഇതാ ഇത് പാകമാണ് കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴം മിച്ചം വരുമ്പോൾ നിങ്ങൾ ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പഴം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കറുത്ത പഴം തിന്നിയല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാണ് ഇങ്ങനത്തെ അട ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കുന്ന നമ്മുടെ ചക്കയുടെ പോലത്തെ അട ഉണ്ടാക്കി കൊടുക്കുക, ഇലയുടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇത് പഴുക്കാത്ത പഴമാണോ പഴുത്ത പഴമാണോ എന്ന് അവരറിയുന്നില്ലല്ലോ, കഴിച്ചോ. ഐഡിയ. ഇതാ വാഴയില, എൻ്റെ വാഴയില ചക്ക നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ നല്ല ഉരുട്ടി വെച്ചിരുന്നു, അതിൻ്റെ മുകളിൽ തൈര് കൊണ്ട് വെച്ചെന്നേ. അപ്പം അത് തിങ്ങിപ്പോയില്ലേ. എന്ത് ചെയ്യാനാ. തീ കത്തിച്ച് കൊടുത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ തന്നെ വെച്ചങ്ങ് പരത്തുക കേട്ടോ, മടക്കാനുള്ളതാണേ, അതുകൊണ്ടാണ്. ഇതാ പകുതി ഇതിലേക്ക് ഇട്ടു. ചട്ടി ചൂടായിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വാടുകയില്ല. എന്തൊക്കെ പരിപാടികളല്ലേ ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നേ. ഇതിൽ ശർക്കര ഇട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. പഴത്തിന് നല്ല മധുരമാണ്, നല്ലോണം പഴുത്ത പഴമുണ്ട്. അപ്പം അതേ മടക്കി. ഓക്കെ, അടുത്ത ഇല വെച്ച് കൊടുക്കാം. കട്ടി കുറയുന്നതിനനുസരിച്ചിട്ട് വേകാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ദേ ഇത് മടക്കി, ഇത് മൂടി വെക്കണം. ചുട്ടെടുക്കുന്നതാണെങ്കിലും ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒരുമിച്ച് വേകാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെക്കണേ. ഇത് വെച്ചാണ് മൂടുന്നേ. ആവി നല്ലോണം തിങ്ങിക്കോട്ടെ. ഓക്കെ, പാകം ആയിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ആവണം. ഒരു വശം നല്ലോണം ആയിട്ടുണ്ട്, പക്ഷെ മോൾ ഭാഗം ആയിട്ടില്ല. അപ്പം ദേ മറിച്ചിട്ട് കൊടുക്കാവേ. ഏകദേശമായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. കൈയൊക്കെ പൊള്ളാതെ നോക്കണം കേട്ടോ.
ഒന്നുകൂടെ മൂടി വെക്കാവേ. അതെ എടുക്കാൻ പോവാണ് കേട്ടോ. നല്ല ചൂടാ. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഉണങ്ങിയിട്ട്. ഇതിലും ഉണക്കണമെങ്കിൽ ഉണക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം. എടുക്കാം. നോക്കൂ നോക്കൂ, ഇലയിട, ചുട്ട ഇലയിട. തീ നിർത്താം. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഇലയട, ചുട്ട അട. ഓട്ടട എന്നൊക്കെ പല സ്ഥലത്തും പറയും. ഇതാ സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതില്ലേ അടിപൊളിയാ. അപ്പോൾ നമ്മുടെ ഇലയട അങ്ങനെ 2 ഇലയട റെഡി ആയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞില്ലേ പണി. ഇതാണ് ഈസി ആയിട്ട് നമുക്ക് 4 മണി കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.